സ്ട്രോക്കിനെ തോൽപ്പിക്കാം. ബിസ്മില്ല 7 ഡിമെൻഷൻ സിഗ്നേച്ചർ തെറാപ്പിയിലൂടെ മടങ്ങി വരാം ജീവിതത്തിലേക്ക് അതിവേഗം. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നത് വെറും ശാരീരിക തളർച്ച മാത്രമല്ല, അത് ഓരോ വ്യക്തിയുടെയും ജീവനെ നിശ്ചലമാക്കുന്ന അവസ്ഥയാണ്. ഇസ്കെമിക് ആയാലും ഹെമറാജിക് ആയാലും നാഡീവ്യൂഹ ആക്കൂലായിരുന്നു. ഇവിടെ ബലം പിടിച്ചു നോക്ക്. പൊങ്ങിയല്ലോ ഫുള്ള്. ബലം കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? മുഷ്ടി ചുരുട്ടി ഉറപ്പിച്ചേ. കിട്ടുന്നുണ്ട് അല്ലേ? നേരത്തെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടാവും? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇതുപോലെ ഒന്നല്ലേ? ഇന്നിവിടെ വരാൻ നേരത്തെ എന്തായിരുന്നു മനസ്സിൽ? അല്ല, ഇന്നിവിടെ വരാൻ നേരത്തെ എന്തായിരുന്നു? അങ്ങനെ വിചാരിക്കും നമുക്ക് പോയി. നമ്മള് അവിടെ 2 ദിവസം പോയപ്പോ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ലേ. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ തന്നെയാണ് എന്നെ വിളിച്ചപ്പോ നമുക്ക് എന്നാ പോവാം. കാരണം നമുക്ക് വരാൻ സാമ്പത്തികം ഡെയിലി വരാനുള്ള അതുകൊണ്ടുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. സാമ്പത്തികം ഇല്ലാത്തവർക്കും ചികിത്സയുണ്ട്. അവനെ കാണിക്കായിരുന്നു. എന്നോട് ചോദിച്ചു എവിടെ എന്തെങ്കിലും ചെയ്യണേന്നാണ്. എന്റെ കയ്യിലോട്ട് പിടിച്ച് ഈ ചെയ്യുന്ന എടുത്തോട്ടാ. ഞാൻ ലഭിക്കുന്നില്ല. ഇരിക്കോട്ടോ ഇപ്പൊ ഒരാളെ. ഇനി എന്റെ കൈ കൊണ്ട് വിളിച്ച് അപ്പൊ ഒരു 80% മാറി. കൈ ചലിച്ച് 20% ഉള്ളു. കുറച്ച് എളുപ്പമാക്കട്ടെ. മെഡിക്കൽ എന്ന് പറഞ്ഞത് അത് അവിടെ പറഞ്ഞതുപോലെ ചെയ്യണം. മരുന്നുകൾ സ്വന്തം ഇഷ്ടപ്രകാരം നിർത്തരുത് കേട്ടോ. ഞങ്ങൾ പറയും രോഗം മാറുന്നതനുസരിച്ച് ചെക്കപ്പുകളും കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവരുടെ ചെക്കപ്പിൽ അവർ പറയാം നമുക്ക് മരുന്ന് കുറയ്ക്കാം. ഇവിടെ നിന്നും പറയും ഒന്ന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് മരുന്ന് കുറയ്ക്കട്ടോ എന്ന് ചോദിക്കും. ഇവിടെ നിന്ന് നമുക്ക് അതനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഹെൽമെറ്റ് ഇല്ലാതെ ഇനി വേണ്ട. ഒരു പെട്ടിയുണ്ട് പറഞ്ഞു. അതൊന്നും പിടിച്ചിടാൻ പറ്റൂലായിരുന്നു. ഹെൽമെറ്റിന്റെ ക്ലിപ്പ് പിടിച്ചിടാൻ പറ്റൂലായിരുന്നു. ചെയ്തോ ഇട്ട് ഫ്രീ ആയിട്ട് ഇട്ട്. മതി സമാധാനം. സന്തോഷമുണ്ട്.
ക്ലിപ്പ് പിടിച്ചിടാനുള്ള ഇത് അപ്പോൾ വണ്ടി ഓടിച്ചു വന്നപ്പോൾ എന്ത് തോന്നി? കൊള്ളാം. നേരത്തെ മാറ്റമുണ്ട്. അതാണ് പറഞ്ഞത്, വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ നമുക്ക് വണ്ടി വന്ന് എത്തി കഴിഞ്ഞാൽ വയ്ക്കാവൂല. ക്ലച്ച് പിടിക്കാൻ പറ്റുമായിരുന്നോ നേരത്തെ? വണ്ടി ഇങ്ങനെ നോക്കാൻ പറ്റും. നോക്കാൻ പറ്റില്ല, മറ്റേ കൈ കൊണ്ട് നോക്കണമായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ നോത്ത് കാണിച്ചേ. ഈ കൈ കൊണ്ട് ക്ലച്ച് ഒന്ന് പിടിച്ചേ. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടും തന്നെ. ഒരു ശകലം കൂടെ ഒന്ന് മാറണം. എല്ലാം കൂടെ ഒരുമിച്ച് മാറണ്ട, നമുക്ക് അഹങ്കാരമായി പോകും. ഇൻഷാല്ലാ. എന്ത് തോന്നുന്നു കുഞ്ഞെ കണ്ടിട്ട്? എനിക്ക് നല്ല മാറ്റം. രോഗിയുടെ അഭിപ്രായത്തിൽ നമുക്ക് സന്തോഷം തരുന്നത്. രോഗി എന്താ വന്ന് പറഞ്ഞത് വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട്? കുഴപ്പമില്ല, നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഒരു റൗണ്ട് പോയിട്ട് വന്നിട്ട് പറ്റൂല എന്നൊരു വിചാരമായി. ജീവിതം അടുത്ത് പോയി, നിരാശയായി പോയി. എനിക്ക് ഇനി മരിച്ചാ മതി. ഇന്നലെ വരെ അങ്ങനെയാണ് പറഞ്ഞിട്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാം നമ്മളിത് നമുക്ക് വലുതായിട്ട് വരണം. ദൈവമാണ് നമുക്ക് ചെറുതായിട്ട് കൊണ്ടെത്തിച്ചത്. നമുക്ക് വലുതിന് കൂടുതൽ സംഭവിച്ച അങ്ങനെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അതേ ഇപ്പോഴും ചോറ് വയ്ക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇല്ലത് ഞാൻ സമാധാനം കൊടുത്താല് അതേ പുള്ളിക്കാർക്ക് സമാധാനാവില്ല. ഇപ്പൊ കോൺഫിഡൻസ് തിരിച്ചു വന്നില്ല. അത് ഞാൻ നേരത്തെ ചെന്നപ്പോഴും നല്ലൊരു ഇത് കാണിച്ചു പറഞ്ഞു. ഞാൻ ദൈവത്തിനെ വിളിച്ചോണ്ടിരിക്കുന്നു. ദൈവമേ, ദൈവം ഒരാളെ ഉള്ളൂ, അവൻ ഞാൻ ദൈവത്തെ ഒരുപാട് വിശ്വസിച്ച് രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് നിന്നാണ് കാണട്ടെ. ഹെൽമെറ്റ് ഒക്കെ ഒരു കളയും, പോറായില്ല. തൊള്ളാമ്പലം കോടിക്കണക്കിന് കൊണ്ട് തരണ്ട. സന്തോഷമായ നിരാശയൊക്കെ മാറിയ വന്ന് വരാനും ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. നിർബന്ധിച്ചാണ് മാറും. മറ്റേത് ഇന്ന് എന്ന് പറഞ്ഞതിനെക്കാട്ടി ഇന്ന് മുഖത്ത് സന്തോഷവും ഉണ്ട്. അല്ല, മറ്റേ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് തോളിന്റെ ബാക്കിയും കൂടെ ഞാനങ്ങ് ചെയ്തതിനായിരുന്നു. അത് ഒരിക്കലല്ല, ദൈവത്തിന് ഒരു രൂപവും ഇല്ല. ദൈവത്തിന് സാറിന്റെ രൂപമല്ല, ഒന്നുമില്ല. പടച്ചവൻ നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചിരിക്കുന്നു, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യുക, നമ്മൾ അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സ്ട്രോക്കിനെ തോൽപ്പിക്കാം ബിസ്മില്ല 7 ഡിമെൻഷൻ സിഗ്നേച്ചർ തെറാപ്പിയിലൂടെ. മടങ്ങി വരാം ജീവിതത്തിലേക്ക് അതിവേഗം. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നത് വെറും ഒരു ശാരീരിക തളർച്ച മാത്രമല്ല, അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ നിശ്ചലമാക്കുന്ന അവസ്ഥയാണ്. ഇസ്കെമിക് ആയാലും ഹെമറാജിക് ആയാലും നാഡീവ്യൂഹത്തെയും പേശികളെയും ഒരുപോലെ ബാധിക്കുന്ന സ്ട്രോക്കിന് ശേഷം പേശികൾ സ്റ്റിഫ് ആകുകയോ ദുർബലമാകുകയോ ചെയ്യുക. കഠിനമായ വേദന, വിഷാദം, ഉത്കണ്ഠ, ലൈംഗിക ശേഷിയിൽ ഉണ്ടാകുന്ന കുറവ് തുടങ്ങിയവയിൽ നിന്നെല്ലാം വേഗത്തിൽ ഒരു മോചനം സാധ്യമാണോ? അതെ, തീർച്ചയായും സാധ്യമാണ്. എന്താണ് വിപ്ലവകരമായ 7 ഡിമെൻഷൻ സിഗ്നേച്ചർ തെറാപ്പി? പാരമ്പര്യ വൈദ്യശാസ്ത്രവും ആധുനിക ചികിത്സാ രീതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ബിസ്മില്ല ഇൻഫ്ലമേഷൻ ആൻഡ് ഓർത്തോ കെയറിന്റെ സവിശേഷമായ ചികിത്സാ രീതിയാണത്. ആയുർവേദ പഞ്ചകർമ്മ സിദ്ധ മർമ്മ ചികിത്സകളോടൊപ്പം അത്യാധുനിക കൈറോപ്രാക്ടിക് തെറാപ്പി, 15 തരം കപ്പിംഗ് തെറാപ്പികൾ, ഗോഷ, മഡോറ തെറാപ്പികളും ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ ലഭ്യമാക്കുന്നു. അസ്ഥികളെയും സന്ധികളെയും പേശികളെയും നാഡികളെയും ഒരേ സമയം ഉത്തേജിപ്പിക്കുന്നതിനാൽ മറ്റു ചികിത്സാ രീതികളെക്കാൾ ഇരട്ടിയിലേറെ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇത് രോഗികളെ സഹായിക്കുന്നു. ദ അൾട്ടിമേറ്റ് ആർട്ട് ഓഫ് ബോൺ ആൻഡ് ബോഡി ഹീലിംഗ്. സ്ട്രോക്ക് മൂലം നഷ്ടപ്പെട്ട ചലനശേഷിയും ആത്മവിശ്വാസവും തിരിച്ചെടുക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ബിസ്മില്ല ഇൻഫ്ലമേഷൻ ആൻഡ് ഓർത്തോ കെയർ, ആലുംമൂട്, കനിയാപുരം, തിരുവനന്തപുരം. വിശ്വാസത്തോടെ കൈപിടിക്കാം, ജീവിതം അതിവേഗം തിരിച്ചു പിടിക്കാം. For appointments, contact 9633 08643.